ഹായ് ഹലോ, ഇന്നൊരു പാട്ട് ഇന്നടെയാണ്. അപ്പോൾ നമ്മൾ കാലത്ത് തന്നെ കടയിൽ നിന്നും പൊറോട്ടയും മുട്ടക്കറിയും ഗ്രീൻ പീസ് കറിയും മേടിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ട്രെയിനിലിരുന്നാണ് കഴിക്കുന്നത്. ഞങ്ങൾ കേരളത്തിലേക്ക് പോകണം. രാവിലെ 8 മണിക്കുള്ള അനന്തപുരി സൂപ്പർ ഫാസ്റ്റിലാണ് പോകുന്നത്. അപ്പോൾ സൈഷായിട്ട് ഞങ്ങൾ കടയിൽ നിന്നും പൊറോട്ട മേടിച്ചു തന്നു. അപ്പോൾ ട്രെയിനിലിരുന്ന് ഞങ്ങൾ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ കയറിയത്. അവിടെ ഇരുന്നാണ് കഴിക്കുന്നത്. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ സ്ഥലമായ പരൂരെത്തി. പിന്നെ ഞങ്ങളൊരു ബേക്കറി കയറി ഐസ്ക്രീം കഴിച്ചു കേട്ടോ. ഐസ്ക്രീം ഞാൻ അറിയാതെ എടുത്താണ്. അത് കൊക്കനട്ട് ഫ്ലേവർ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കൊക്കനട്ടിൻ്റെ ഐസ്ക്രീം കഴിക്കുന്നത്. എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല. പിന്നെ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലെത്തി. ഒരു 11:45 ആയപ്പോഴത്തേക്കും വീട്ടിലെത്തി. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു. പുട്ടും കടലക്കറിയായിരുന്നു. ഞാനങ്ങനെ പുട്ടും കടലക്കറിയും കുറച്ചെടുത്ത് കഴിച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്കത്തെ നമ്മുടെ ഊണെന്ന് വെച്ചാൽ മോരുകറി ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ ചുമന്ന മീനായിരുന്നു, ചെങ്കലവയെന്നൊക്കെ പറയും, പിന്നെ ബീട്രൂട്ട് തോരൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 2 മണിയാവാറായപ്പോഴത്തേക്കാണ് ഞാൻ ചോറ് കഴിച്ചത്. അതിൻ്റെ കൂടെ തന്നെ പപ്പടം ഉണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ ചേച്ചിയുടെ മോള് വീട്ടിലുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കുവാണ്. പിന്നെ അനിയൻ്റെ മോനുണ്ട്. അപ്പോൾ ആബിക്കുട്ടനും അനിയൻ്റെ മോനും 3 പേർക്കൂടെ ഞാൻ ചോറ് കൊടുത്തിട്ട് പിന്നെ ഞാൻ ചോറ് കഴിച്ചു. അമ്മയ്ക്കും ചോറ് കൊടുത്തു. പിന്നെ ചോറെല്ലാം കഴിച്ചിട്ട് ഞാൻ ഉറങ്ങാൻ കിടന്നു കേട്ടോ. അപ്പോൾ ഉറങ്ങാൻ കിടന്നു വെളിയിൽ ബഹളം കേട്ടു. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അടുക്കളയോട് ചേർന്നൊരു കശുമാവ് നിൽപ്പുണ്ട്. കശുമാവിൽ നിന്ന് നിറയെ കശുവണ്ടിയൊക്കെ താഴെ വീണ് കിടക്കും. അത് അമ്മ പറക്കി വെച്ചിരിക്കും. അപ്പോൾ അമ്മയും എൻ്റെ മോനും പിന്നെ ചേച്ചിയുടെ മോളും അനിയൻ്റെ മോനും എല്ലാവരുടെ ചേർന്ന് കശുവണ്ടി ചുടുവാണ് കേട്ടോ. വലിയ തീയൊക്കെ ഇട്ടിട്ട് ചുട്ട് തിന്നുവാണ്. അമ്മയ്ക്ക് നല്ല സന്തോഷമായി. ഞങ്ങൾ കുറേ നാൾക്ക് ശേഷമാണ് കേരളത്തിലേക്ക് പോകുന്നത്. അപ്പം കുട്ടികളെല്ലാവരും ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് നല്ല സന്തോഷമായി. അപ്പോൾ കൊച്ചുങ്ങളെല്ലാം കൂടെ വിളിച്ചിരുത്തി അമ്മ അണ്ടി ചുടുവാണ്. അമ്മയ്ക്ക് നല്ല റെസ്റ്റ് വേണ്ട സമയമാണ്. എന്നിരുന്നാലും അമ്മയ്ക്ക് ആ ഒരു സന്തോഷം കൊണ്ടിട്ട് അമ്മ കൊച്ചുങ്ങൾക്കൊക്കെ കശുവണ്ടി ചുട്ട് തല്ലി കൊടുക്കുവാണ്. അപ്പോൾ ഞാനും പിന്നെ കുറേ നേരം അവരുടെ അടുത്ത് പോയിരുന്നിട്ട് കശുവണ്ടിയൊക്കെ തല്ലി കൊടുത്തിട്ട് ഞങ്ങൾ കശുവണ്ടിയൊക്കെ കഴിച്ചു കേട്ടോ. ഡെയിലി നമ്മൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ അടുക്കള ഭാഗത്ത് നിറയെ കശുവണ്ടി വീണ് കിടക്കും. അപ്പോൾ അമ്മ അതെല്ലാം പറക്കി കൂട്ടി വയ്ക്കും. ഇപ്പോൾ 2 കലം നിറയെ കശുവണ്ടി ആയിട്ട്. അപ്പം നമ്മളത് വിൽക്കുവാണെങ്കിൽ നല്ല കാശ് കിട്ടും. അപ്പോൾ അമ്മ ഇങ്ങനെ വിൽക്കാനൊന്നും കൊണ്ടുപോയില്ല. ഞങ്ങളൊക്കെ ഇങ്ങനെ വീട്ടിൽ വിശേഷത്തിനൊക്കെ വരുമ്പോഴത്തേക്കും തന്നു വിടാറുണ്ട്. പക്ഷെ കുറച്ച് അധികം നാൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അത് കശുവണ്ടി ചീത്തയായി പോവും. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചായ ഇട്ടു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് തന്നെയാണ് രാത്രിയും കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. താങ്ക് യു.